നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോഴും ബാക്കിയുണ്ടെങ്കിലും അതത്ര മികച്ച രൂപത്തിലല്ല എന്നെല്ലാവർക്കും അറിയാം. ഇനി 6 മത്സരങ്ങൾ, അതിൽ 5 വിജയിക്കണം. 3 ഹോം മത്സരങ്ങൾ, 3 എവേ മത്സരങ്ങളാണ്. ടോപ്പ് 4ലുള്ള 3 ഓപ്പണൻസിനെ നേരിടാനുണ്ട്. സോ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ചെന്നൈയിൻ എഫ്.സിക്കെതിരെ വ്യാഴാഴ്ചയാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് TG പുരുഷോത്തമൻ. അപ്പോൾ പുരുവിനോട് സ്വാഭാവികമായിട്ടും ഈ ഒരു പ്ലേ ഓഫ് സാധ്യതകളെക്കുറിച്ചൊക്കെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഗെയിം ബൈ ഗെയിം ആയിട്ടാണ് കാര്യങ്ങളെ എടുക്കുന്നത്. ഓൾറെഡി ഞങ്ങളിപ്പോൾ ചെന്നൈയിലുമായിട്ടുള്ള മത്സരത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് സ്ട്രോങ് ഓപ്പണൻസിനെയാണ് നേരിടാനുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം. ISLലെ എല്ലാ ടീമുകളും വളരെ സ്ട്രോങ് ആണ്. അതിപ്പം ഹോമിൽ കളിച്ചാലും എവേയിൽ കളിച്ചാലും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഞങ്ങളുടെ എതിരാളികളെ ബഹുമാനിക്കുന്നു. പക്ഷേ ഞങ്ങൾ വളരെ ഡിറ്റർമൈൻഡ് ആണ്. ഞങ്ങളുടെ ആ ഒരു ലക്ഷ്യങ്ങൾ നല്ല രൂപത്തിൽ റൈറ്റ് മാനറിൽ അച്ചീവ് ചെയ്യാൻ ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ്. എന്തായാലും വി ആർ പ്ലാനിങ് അക്കോർഡിംഗ്ലി ആൻഡ് അപ്രോച്ചിങ് എവറി മാച്ച് വൺ അറ്റ് എ ടൈം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം 5-6 മത്സരങ്ങൾ കഴിഞ്ഞിട്ട് പ്ലേ ഓഫ്, അതിനെക്കുറിച്ച് ഇപ്പോൾ വറീഡ് ആവുന്നില്ല. ഗെയിം ബൈ ഗെയിം ആയിട്ട് എടുക്കുന്നു. ഒരു മത്സരം, അടുത്തത് ചെന്നൈയിൻ FC ആണ്. ആ കളിയിലേ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് കോച്ച് വ്യക്തമാക്കുന്നു. ഇത് അദ്ദേഹം നേരത്തെയും കഴിഞ്ഞ മത്സരത്തിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലും കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഈ ഇൻട്രീം കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ തങ്ങൾ അതാണ് മുന്നിൽ കണ്ടിരുന്നത്. ഗെയിം ബൈ ഗെയിം ആയിട്ട് എടുക്കുക. ഒരു ഗെയിം, അത് അറ്റ് എ ടൈം ഒരു ഗെയിമിനെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അങ്ങനെ തൊട്ട് മുമ്പിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോയാൽ മേ ബി ആ വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞേക്കും. ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് നേരിയ പ്രതീക്ഷ ബാക്കിയുണ്ട്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.